മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ആർക്കോ മഹാലക്ഷ്മിയോട് പറയുന്നുണ്ട്, ഏതായാലും ചിത കത്തിയത് ഓർമ്മയുണ്ടല്ലോ മേഡത്തിന്, അതാലോചിച്ച് കഴിഞ്ഞാൽ മേഡം എന്തായാലും സമ്മതിക്കും. ഇതിന് എന്തായാലും മഹാലക്ഷ്മി മരിച്ചു എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്, അവർക്ക് നമുക്ക് തിരിച്ചൊരു അടി കൊടുക്കണ്ടേ എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അതേസമയം മഹാലക്ഷ്മി പറയണം, വേണോ മാർക്കോ, ഇത് വേണോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. കണ്ണേട്ടനോട് എന്താ പറഞ്ഞത്, കണ്ണേട്ടന് എന്തിനും സമ്മതമാണ്, മേഡം ഒന്ന് സമ്മതിച്ചാൽ മതി എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. അത് കേൾക്കുമ്പോൾ ലേഖയും പറയുന്നുണ്ട്, നിനക്കൊരു തിരിച്ചടി കൊടുക്കണ്ടേ അവർക്ക്, അവരിപ്പോൾ എന്തുമാത്രം ആഹ്ലാദിക്കുകയാണെന്നറിയോ, ഇതുപോലൊരു കുടുംബക്കാരെ ഞാൻ കണ്ടിട്ടേ ഇല്ല, സ്വത്തിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യജീവനെ തന്നെ ഇല്ലാതാക്കുകയാണ്, ആ ചിത കത്തിയമരുന്ന് കണ്ടിട്ട് അവർക്ക് സന്തോഷമാണ്, നിനക്ക് ഇനിയും ചെയ്യാൻ തോന്നുന്നില്ലേ, എന്തായാലും വേണം മഹാലക്ഷ്മി എന്ന് ലേഖ പറയുകയാണ് കേട്ടോ. അതിനുശേഷം മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ട് മാർക്കോയോട് മഹാലക്ഷ്മി സമ്മതിക്കുകയാണ്. പിന്നീട് മാർക്കോ, ഞാൻ വരുന്ന സമയത്ത് വന്നാൽ മതി, എന്തായാലും രാത്രി നമുക്കിനി ഒരു സഞ്ചാരം നടത്താം എന്നിങ്ങനെ പറഞ്ഞതിന് ശേഷം മാർക്കോ പോവുകയാണ്. അതേസമയം മേഘനാഥനും പ്രതാപനും കൂടിയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും പോലീസുകാർ അവിടെ വന്നിട്ടുണ്ട്, ഏതായാലും ഇനിയും വരും അന്വേഷണം, എന്തായാലും ശരി, അവനെ നമുക്ക് ഇല്ലാതാക്കണം, ആ മാർക്കോയെ നമുക്ക് ഇല്ലാതാക്കണം എന്നിങ്ങനെ പറയണ്. അതേസമയം കറക്റ്റ് സമയമായിട്ട് മാർക്കോ അവിടെ വരികയാണ് കേട്ടോ. മാർക്കോയെ കണ്ടതും തന്നെ അവരിങ്ങനെ പേടിക്കുകയാണ് കേട്ടോ. അയ്യോ, നമ്മുടെ കയ്യിലൊന്നുമില്ലല്ലോ, എന്തിനു പേടിക്കുന്നത്, എന്നെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. മാർക്കോ വന്നതും ചോദിക്കുകയാണ്, എന്താ നിങ്ങളിവിടെ നിൽക്കുന്നത്, എവിടെ മഹാലക്ഷ്മി എവിടെ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. മഹാലക്ഷ്മി ഞങ്ങൾക്കറിയോ, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല മാർക്കോ എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് മേഘനാഥൻ്റെ കോളർ പിടിക്കുകയാണ് കേട്ടോ. നിനക്കറിയാം എവിടെ മഹാലക്ഷ്മി എന്തെങ്കിലും ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേരെയും ഈ ഭൂമുഖത്ത് നിങ്ങളെ ഞാൻ വെച്ചേക്കില്ല, അത് ഉറപ്പായ കാര്യമാണ്. മേഡത്തിന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ശേഷമേ ഉള്ളൂ എന്നിങ്ങനെ പറയണം. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, എന്ത് ചെയ്താലും ഞങ്ങളാണ് എന്ന് എന്തിനാണ് നീ തെറ്റിദ്ധരിക്കണത്, ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പ്രതാപനോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ കൈക്കരുത്തറിയുമല്ലോ, ബാക്കി ഇവനോട് പറഞ്ഞു കൊടുത്താൽ മതി എന്ന് പറയണം. പിന്നീട് മേഘനോട് പറയും, നീ എന്നെ ഒരു പെണ്ണ് കേസിലാണ് അകത്താക്കിയത്, നിനക്കത് ഓർമ്മയില്ലേ, നിനക്കുള്ള പങ്ക് ഞാൻ വെച്ചിട്ടുണ്ട്, എന്തായാലും മേഡത്തിന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കട്ടെ, ബാക്കി ഞാൻ തരാമെന്നിങ്ങനെ പറയണം കേട്ടോ. രണ്ടുപേരും ഒരക്ഷരം മിണ്ടാതെ ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല പറഞ്ഞിട്ട് ചൂളി നിൽക്കുകയാണ്. അതേസമയം ആർക്കോ മനസ്സിൽ വിചാരിക്കും, എന്തായാലും ഇവർ മഹാലക്ഷ്മി മരിച്ചു എന്ന് വിചാരിക്കട്ടെ എന്ന് മനസ്സിൽ വിചാരിക്കണം കേട്ടോ. അതിനുശേഷം ആർക്കോ പോവുകയാണ്. പിന്നീട് മേഘനാഥനും പ്രതാപനും കൂടിയിട്ട് പറയുകയാണ്, ഇവനെങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവനെ എന്തായാലും ഒഴിവാക്കണം, അവൾക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിഞ്ഞ് ഇവൻ നമ്മളെ പച്ചയോടെ കത്തിക്കും എന്നിങ്ങനെ പ്രതാപൻ പറയുകയാണ് കേട്ടോ. പിന്നീട് അവർ ആ ഗുണ്ടകളെ വിളിക്കുകയാണ്. ഗുണ്ടകളെ വിളിച്ചിട്ട് ഇങ്ങനെ മാർക്കോടെ കാര്യം പറയാണ്. അത് കേൾക്കുമ്പോൾ ഗുണ്ടകൾ പറയും, അയ്യോ അതിത്തിരി കൂടുതലാണ്, അങ്ങേരെ നേരിട്ട് ഇടപെടാൻ പറ്റില്ല എന്നിങ്ങനെ പറയാണ് കേട്ടോ. നിങ്ങൾ നേരിട്ട് ഇടപെടണ്ട, ചതിയിലൂടെ ഏർപ്പെട്ടാൽ മതി, നിങ്ങൾക്ക് എത്ര പൈസ വേണമെങ്കിലും തരാം എന്നിങ്ങനെ പറയാണ്. അതേസമയം എന്നാൽ ശരി, ഞങ്ങൾ ചതിയിലൂടെ ചെയ്യാം എന്നിങ്ങനെ പറയാണ്. പിന്നീട് മേഘനാഥൻ കാറിൻ്റെ ഇടയ്ക്ക് തുറന്നിട്ട് പൈസ എടുത്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് ആഘോഷിച്ചോളി, അതേപോലെ അവനെ ഇല്ലാതാക്കണം, അതിനുവേണ്ടി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ഞാൻ തരുന്നതായിരിക്കും എന്നിങ്ങനെ മേഘനാഥൻ പറയണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മോഹിനി ഇങ്ങനെ വിഷമിച്ചിരിക്കണം. അതേസമയം പ്രതാപ് ഇങ്ങനെ വന്ന് ജീപ്പിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് തന്നെ മോഹിനി പോയിട്ട് പ്രതാപനോട് ചോദിക്കുകയാണ്, എൻ്റെ മോളെവിടെ എന്ന് ചോദിക്കണം. നിങ്ങൾക്കറിയാം നിൻ്റെ മോളെവിടെയെന്ന് എനിക്ക് എങ്ങനെ അറിയും എന്നിങ്ങനെ ചോദിക്കണം. ഇവിടെ പോലീസുകാർ വന്നു, അവളെ നിങ്ങൾ എന്താ ചെയ്തത്, എവിടെയാണ് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഞാനൊന്നും ചെയ്തിട്ടില്ല, അവൾ കണ്ണൻ്റെ കൂടെ ആ വൈദ്യരുടെ അവിടെയല്ലേ, അവിടുന്ന് നേരെ ഫൈനാൻസിലേക്കും പോകണ്ടാകും, അതിൽ ഞാൻ എന്താ ഇടപെടണത് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. ഒരിക്കലും മോഹിനി കൊളർന്ന് വിടില്ല, അങ്ങനെ പിടിച്ച് കുലുക്കിയിട്ട് ചോദിക്കുകയാണ് കരഞ്ഞുകൊണ്ട്, എൻ്റെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറയണം. അത് കേട്ടുകൊണ്ട് മുത്തശ്ശിയും കരുണയും കൂടി ഓടി വരികയാണ് കേട്ടോ. എന്താ അമ്മ എന്ന് ചോദിക്കുമ്പോൾ, എനിക്കറിയാം നിങ്ങൾ 3 പേരും ഭയങ്കര സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ ഇന്നലെ തുടങ്ങി ശ്രദ്ധിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ്, നിങ്ങളെന്തോ എൻ്റെ മോളെ ചെയ്തിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല, നിനക്ക് വെറും തോന്നലാണ്, നിൻ്റെ മരുമോനോട് വിളിച്ച് ചോദിക്കുക എന്നിങ്ങനെ പറയണം. ഞാൻ അവനോട് വിളിച്ച് ചോദിച്ചു, പക്ഷെ അവൻ ഫോൺ എടുക്കുന്നില്ല എന്നിങ്ങനെ മോഹിനി കരഞ്ഞുകൊണ്ട് പറയണം കേട്ടോ. നീ ഇന്ന് സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചപ്പോഴേ എനിക്ക് ഡൗട്ടുണ്ട് എന്നിങ്ങനെ, എന്താടി അവൾക്ക് ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ എന്നിങ്ങനെ മുത്തശ്ശി ചോദിക്കണം കേട്ടോ. എടാ, പോലീസുകാരൻ വന്നപ്പോൾ നീയാണ്
അവളുടെ രണ്ടാനച്ഛനാണ് അവളെ കാണാതായ സംശയം എന്ന് മോഹിനി പറഞ്ഞു എന്നിങ്ങനെ പറയാണ്. പോലീസുകാർ വന്നാലേ നിന്നോട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകാൻ പറഞ്ഞിരിക്കുകയാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ പ്രതാപനാകെ ദേഷ്യം വരിക. എൻ്റെ മോഹിനി, നിനക്ക് ഇനിയും എന്നെ മനസ്സിലായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. നിങ്ങളെ എനിക്ക് ശരിക്കും മനസ്സിലായി, അതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. നിങ്ങൾ പണ്ട് തന്നെ നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങളെല്ലാം എനിക്കറിയാം. പണ്ട് മണലും എല്ലാം മെറ്റലും കയറ്റാൻ പോകുമ്പോൾ നിങ്ങൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്നോട് കൂടുതൽ വിശദീകരിക്കേണ്ട എന്നിങ്ങനെ പറയാണ്. അത് കേൾക്കുമ്പോൾ മുത്തശ്ശി ഇങ്ങനെ പറയുന്നുണ്ട്, അങ്ങനെ കൊണ്ടുവന്നതാടി നിൻ്റെ 2 മക്കളും സുഭിക്ഷമായി കഴിച്ച് ജീവിച്ചത് എന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേൾക്കുമ്പോൾ മോഹിനി പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ മോളെ എന്തെങ്കിലും ചെയ്തു എങ്കിൽ ആ അയ്യപ്പ വിഗ്രഹം അവിടെ ഇരിക്കുന്നുണ്ട്. അവളുടെ ആത്മാവാണെങ്കിലും എന്താണെങ്കിലും ശരി, അവൾ നിങ്ങളെ വെറുതെ വിടില്ല. ആ വിഗ്രഹം അവിടെയുണ്ട്. ആ വിഗ്രഹം സത്യമായിട്ടുള്ള വിഗ്രഹമാണ്. നിങ്ങൾ ഒരിക്കലും വിടില്ല. നിങ്ങൾക്ക് എന്തായാലും ആ ദൈവം നിങ്ങൾക്ക് തരുമെന്നിങ്ങനെ പറയണം കേട്ടോ. അത് കേട്ടുകൊണ്ട് ഇവർ 3 പേരും ആകെ വിഷമിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് കേട്ടോ. ആകെ പേടിയോട് കൂടിയിട്ട് പ്രതാപനും കരുണയും മുത്തശ്ശി ഇങ്ങനെ നിൽക്കുകയാണ്. മോഹിനി ഇങ്ങനെ പോയിട്ട് കരഞ്ഞുകൊണ്ട് വിഷമിച്ചിട്ടിരിക്കുകയാണ്. എൻ്റെ മോൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട്, അത് ഇദ്ദേഹം തന്നെയാണ് ചെയ്തിരിക്കുന്നത്, എന്താ എൻ്റെ കുഞ്ഞിന് പറ്റിയത് എന്ന് ആലോചിച്ചിട്ട് മോഹിനി ഇങ്ങനെ ഒരുപാട് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സീന് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ്